സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മടിച്ചോടി നിൽക്കുന്ന ആ സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാളെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥനായി നയിക്കും. ആമേൻ. അനീതിയായി വിധിക്കരുത്. ദരിദ്രനോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരെ നീതിപൂർവ്വം വിധിക്കണം. ഏഷ്യ പറഞ്ഞ് നടക്കുകയോ അയൽക്കാരുടെ ജീവനെ അപകടത്തിലാക്കുകയോ അരുത്. ഞാനാണ് കർത്താവ്. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്. അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും. നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഞാനാണ് കർത്താവ്. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ഗീതികളാലെ നാമങ്ങളെ ശ്രീധന്മാരുടെ ഓർമ്മകളെ കൊണ്ടാടാം. ഈ വേദികളിൽ വാഴ്ത്തിയിടാം കൈത്താക്കാലത്ത്. Thank you.
കൈത്താക്കാലത്തിൽ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലെ നാമെന്ന സ്ത്രീഹന്മാരുടെ ഓർമ്മകളെ കൊണ്ടാടാം ഈ വേദിയിൽ വാഴ്ത്തിയിടാം കൈത്താക്കാലത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരനെ, പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം ഗുരു ആസ്വദിക്കുന്നു. സഹോദരനെ, നിങ്ങൾ യൂതനായി ഈശോ മിശിഹായുടെ നാമത്തിലുള്ള ദൈവത്തിന്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നു. എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവ സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചു. യഹൂദർ കർത്താവായ ഈശോയെയും പ്രവാചകന്മാരെയും വധിച്ചു, ഞങ്ങളെയും പുറന്തള്ളി. അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്തു. ജനതകൾ രക്ഷപ്പെടാതിരിക്കുന്നതിന് അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തുകയും അങ്ങനെ അവർ ഞങ്ങളുടെ പാപങ്ങളുടെ അളവ് സദാ പൂർത്തിയാക്കുകയും ചെയ്തു. അവസാനം ദൈവക്രോധം അവരുടെ മേൽ നിബന്ധിച്ചിരുന്നു. സഹോദരനെ, ആത്മന അല്ലെങ്കിലും ശാരീരികമായി കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു. അതുകൊണ്ട് ആകാംക്ഷാപൂർവം നിങ്ങളെ മുഖാമുഖം വീണ്ടും കാണാൻ ഞങ്ങൾ അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, പ്രത്യേകിച്ച് പൗലോസായ ഞാൻ പല പ്രാവശ്യം. എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. കർത്താവായ ഈശോയുടെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നദ്ധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും സന്തോഷവും അഭിമാനത്തിന്റെ കിരീടവും എന്താണ്? അത് നിങ്ങൾ തന്നെയല്ലേ? എന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും സന്തോഷവും. എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കുവാൻ ഈശോ അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു.
അവൾ വന്ന് അവനോട് എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ആത്മഗതം ചെയ്തു: ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഇനി വന്ന് എന്നെ അസഹ്യപ്പെടുത്താതിരിക്കുവാൻ ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. കർത്താവ് പറഞ്ഞു: നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവേ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുത്താൽ നിൽക്കുമോ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നിറഞ്ഞവരെ, കൈത്താക്കാലത്തിന്റെ 7ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഏറെ പരിചിതമായ സുവിശേഷ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വിധവയുടെയും ന്യായാധിപന്റെയും ഉപമയാണ് തമ്പുരാൻ ഇന്ന് നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഇന്നത്തെ ഉപമ വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു നൽകുകയും, വിധവ നമ്മുടെ മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനകൾ നിരന്തരം ഒരു മടിയും കൂടാതെ തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള സന്ദേശമാണ് നൽകുക. ന്യായാധിപനാണെങ്കിൽ തമ്പുരാന് എല്ലാ പ്രാർത്ഥനകൾക്കും അപ്പുറത്തേക്ക് പ്രാർത്ഥനകളുടെയും അവസാനം വലിയ ഒരു നിധി. ഈ വിധവയ്ക്ക് അത് നീതിയായിരുന്നു. നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെയാണ്. ഒരു വലിയ സമ്മാനം നമുക്കായിട്ട് കാത്തുവെക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പും ഇന്നത്തെ ഉപമ നമുക്ക് നൽകുകയും, നമ്മൾ അനുദിന ജീവിതത്തിൽ കാണുന്ന 2 സംഭവങ്ങളുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, നമ്മുടെയൊക്കെ വീടുകളിലെല്ലാം കുഞ്ഞു കുട്ടികൾ ഉള്ളതാണ്. ഒട്ടുമിക്ക ഭവനങ്ങളിലും കുഞ്ഞു കുട്ടികളുണ്ട്. പലപ്പോഴും നമ്മൾ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്നു, നിലത്തിരിക്കുന്ന കുട്ടി അതിശക്തമായിട്ട് കരയുകയും അവന്റെ ഉദ്ദേശം അവനെ അവിടെ നിന്ന് ആരെങ്കിലും ഒന്ന് എടുക്കുക. അവനെ എടുക്കുന്ന ആ നിമിഷം വരെ അവൻ ആ നിലത്തിൽ നിന്ന് കരയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഒരു പ്രത്യേക ആവശ്യം ഇത് മാത്രമേ ഉള്ളൂ: എന്നെ ഈ നിലത്ത് നിന്ന് ആരെങ്കിലും ഒന്ന് എടുക്കണം. ആരെങ്കിലും എടുക്കുന്ന ആ നിമിഷം വരെ അവൻ കരയും. എടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അവൻ കരച്ചിൽ നിർത്തി. ഇപ്പൊ നമ്മൾ പറയും കള്ളക്കരച്ചിലാണ് നടത്തിയത്. അവന്റെ ഉദ്ദേശം സാധ്യമാകുന്നത് വരെ ആ കുഞ്ഞു കുട്ടി ചിലപ്പോൾ കരഞ്ഞെന്ന് പറഞ്ഞു. എന്നാൽ ആ ലക്ഷ്യം സാധ്യമാകുന്ന നിമിഷത്തിൽ തന്നെ കരച്ചിൽ നിർത്തി ഒരുപക്ഷെ ഒരു ചെറു പുഞ്ചിരി നമ്മളെ നോക്കി അവനോ അവളോ നൽകി. ഇന്നത്തെ തിരുവചനത്തിന്റെ 1ാമത്തെ സന്ദേശം ഈ കുഞ്ഞു കുട്ടികൾ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഒതുങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ നിരന്തരമായി കൊണ്ടിരിക്കും. ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ ഈ പ്രാർത്ഥന നിർത്തിക്കോ എന്ന് തമ്പുരാൻ തിരുവചനങ്ങളിൽ എവിടെയും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇന്ന് കാണുന്ന വിധവയെ പോലെ നിരന്തരമായിട്ട് തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി തീരുവാനായി തിരുവചനം നമ്മോട് ആവശ്യപ്പെടുക. നമ്മുടെ നിയോഗങ്ങളായിരിക്കാം, നമ്മുടെ പ്രാർത്ഥനകളായിരിക്കാം, അവ സാധ്യമാകുന്നതിന് ശേഷവും പ്രാർത്ഥിക്കുവാനായിട്ട് ഇന്നത്തെ തിരുവചനം 1ാമതായിട്ട് നമ്മോട് ആവശ്യപ്പെടുന്നു. 2ാമത്തെ കാര്യം, ഒരുപക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയും ഫോണുമൊക്കെ ഒത്തിരിയേറെ നമ്മൾ ഉപയോഗിക്കുന്ന കാലഘട്ടം. എല്ലാത്തിനും നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നു. പലപ്പോഴും ഫോണിലൂടെ നമ്മൾ ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒരു ചെറിയ കാർട്ടൂണുണ്ട്. 2 വ്യക്തികൾ ഒരു മലയുടെ കീഴിൽ നിന്ന് മൂർച്ചയേറിയ ഒരു ആയുധം കൊണ്ട് 2 വശത്തും കൊത്തുന്നതായിട്ടുള്ള ഒരു കാർട്ടൂൺ. 2 വ്യക്തികളും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കൊത്തുകയും, ഒരാൾ കൊത്തുമ്പോൾ അതിൽ നിന്നും ഒരു നിധി ഇയാൾക്ക് 1ാമത്തെ ആൾക്ക് കിട്ടുകയും അയാൾ ഏറെ സന്തോഷവാനാകും. തൊട്ടപ്പുറം നിൽക്കുന്ന വ്യക്തി ഒത്തിരി നേരം അധ്വാനിച്ചിട്ടും നിധികളൊന്നും കിട്ടുന്നില്ല. എന്നാൽ തൊട്ടടുത്ത ആൾക്ക് നിധി കിട്ടിയപ്പോൾ അദ്ദേഹം തൻ്റെ ഭാഗത്തെ കൊത്തുന്നത് നിർത്തിയിട്ട് തിരിഞ്ഞു വന്ന് ഇപ്പുറേ കൊത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ നമ്മൾ ഈ ചിത്രത്തിൽ കാണുകയും 2ാമത്തെ വ്യക്തിയുടെ ഒരു 2ഓ 3ഓ കൊത്തിന് അപ്പുറത്തേക്ക് വലിയൊരു നിധിയുടെ ശേഖരം ഇയാളെ കാത്തിരിപ്പുണ്ട്. എന്നാൽ അത് തിരിച്ചറിയാതെ ഇയാൾ ഇപ്പുറം വന്ന് കൊത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ദ്രാവകം വന്ന് ഇയാൾ മരണമടയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയ കാർട്ടൂൺ, ഒരു ചെറിയ വീഡിയോ. പലപ്പോഴും പരസ്യമായിട്ടൊക്കെ
വരുന്ന ഒരു വീഡിയോ. പ്രിയമുള്ളവരെ, ഇന്നത്തെ തിരുവചനം വായിച്ചു കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതുമായിട്ടും അതിന് ബന്ധമുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇന്ന് ഈ വിധവ സമീപിക്കുക, ദൈവത്തെ മാനിക്കാത്ത, മനുഷ്യനെ മാനിക്കാത്ത, ദൈവത്തെ ഭയപ്പെടാത്ത ഒരു വ്യക്തിയുടെ അടുത്തേക്കാണ് ഈ വിധവ കടന്നു ചെല്ലുന്നത്. ഇന്ന് തിരുവചനത്തിലൂടെ തമ്പുരാൻ നൽകുന്ന സന്ദേശവും ഇത് തന്നെ. തമ്പുരാൻ പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും അപ്പുറത്തേക്ക് തമ്പുരാൻ നിങ്ങൾക്കായിട്ട് വലിയ ഒരു നിധി കാത്തുവച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കും. ഒരുപക്ഷെ ഈ കാർട്ടൂണിൽ കാണുന്ന വ്യക്തി ഒരു അല്പനേരം കൂടെ അവിടെ അധ്വാനിച്ചിരുന്നുവെങ്കിൽ വലിയ ഒരു നിധിയുടെ ശേഖരം ഇയാൾക്ക് ലഭിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ തിരുവചനം നൽകുന്ന ഈ സന്ദേശങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുവാനും ഈ പ്രാർത്ഥനകൾക്കപ്പുറത്തേക്ക് തമ്പുരാൻ നമുക്കായിട്ട് വലിയ ഒരു നിധി, വലിയൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ള പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകുവാനുമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ നിധി ഒരുപക്ഷെ സാമ്പത്തിക മുന്നേറ്റങ്ങൾ ആയിരിക്കണമെന്നില്ല, മറിച്ച് സന്തോഷം നൽകുന്ന ഒത്തിരിയേറെ നിമിഷങ്ങൾ ആയി മാറിയത് ദൈവത്തിന്റെ ഇടപെടലുണ്ടാകുന്ന നിമിഷങ്ങൾ ആയിരിക്കും. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് നിരന്തരം നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി തീരുവാനായി ഈ പ്രാർത്ഥനകൾക്കും അപ്പുറത്തേക്ക് നിന്റെ അനുഗ്രഹം, നിന്റെ ഒരു തൊടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിമിഷത്തിനായി നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷവും ഉത്സാഹത്തിനും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായേ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുമടെടുക്കാൻ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോട് ശുദ്ധിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവെടുത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആവശ്യങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോളിത്തായെയും ഞങ്ങളുടെ തിരുവധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പോളിത്തായെയും മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണവും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദീക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, സ്ത്രീയന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിനായി പണിപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്ക് അനുസൃതമായി സുവിശേഷ വേല ചെയ്ത നീതിമാന്മാരോടൊപ്പം സ്വർഗഭാഗത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീരുന്ന മിശിഹായ ലോകത്തെ നവീകരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഇത്രയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സ്നേഹിതരെ, ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ എല്ലാ പ്രത്യേക നിയമങ്ങളെയും നമ്മുടെ ഈ ഇടവക കൂട്ടായ്മയിലെ ഓരോ ഭവനങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൊറോണ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ മഹാമാരിയിൽ വേദനിക്കുന്നവരെയൊക്കെ വിശുദ്ധ ബലിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദിവസം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരെയും പങ്കെടുക്കുവാൻ സാധിക്കാതെ ഭവനങ്ങളിൽ ആയിരിക്കുന്നവരെയും ഒക്കെ ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് മനസ്സായി പ്രേക്ഷിത ബലി ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. വിശുദ്ധിയോടും നിഷ്ഠുതയോടും കൂടിയ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിതരങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മറിയത്തിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയപരീക്ഷന്മാരുടെയും അവിടും ചുടിയേറിയ സാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവിനോടുകൂടെ നമ്മുടെ രാജാവിനോടുകൂടെ നമ്മുടെ ദൈവത്തിനോടുകൂടെ യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഏൽപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടാകുമ്പോൾ വഴി വിശുദ്ധായ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് സമർപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ പുത്രനും സർവ്വസൃഷ്ടികൾക്കും ആദിജാതനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചതും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യദൈവമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ സൃഷ്ടിക്ക് വേണ്ടി അവിടുന്ന് സ്ഥിരത്തിൽ നൽകി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും ശ്രീവാഴ്ത്തപ്പെട്ട നൽകുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സുന്ദരവും സാന്ത്വനവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ മാമോദീസായും ശരീരത്തിലേക്കും നിത്യാവസ്ഥകളെ തുടരുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകളെ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകാരുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹത്തിലും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസികളും മരിച്ച ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ വിധങ്ങൾ സഹായിക്കും രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവൻ കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കൃപാലന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ പിതാവായ ദൈവമേ, നിങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരത്തിലാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഏവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാതകത്താളുകളാകും. അങ്ങ് നൽകിയ ദാനത്തിന്റെ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ നിങ്ങളെ
ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, വിശ്വാസത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും മനതാപത്തിലും ശുദ്ധിയോടുകൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വെളിച്ചത്തിൽ ചിന്തുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് കേട്ടനുഷ്ഠിക്കുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ബൈബിളിൽ ജനങ്ങളുടെ രഹസ്യങ്ങൾ ബോധം ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി ഉദാഹരണ സ്വർഗത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായി ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ.
രണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായെ
ശ്രീമാരുടെയും രക്തസാക്ഷികളുടെയും മക്കളുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സന്ധിയിൽ പ്രതീക്ഷമാവിധം വർദ്ധിച്ചു നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ പിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കു വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. പോലെ നിങ്ങളോ വിശുദ്ധവുമായ അങ്ങയുടെ പരിശുദ്ധ ശരീരത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ അവകാശത്തിൽ ദൈവമാതാവായ അങ്ങയുടെ ദിവസത്തിൽ നടത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണം അങ്ങയുടെ സമൃദ്ധമായ വ്യാസജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ ദൈവമെന്നും അങ്ങയുടെ പ്രിയപ്പെട്ടനായ വിശ്വസിക്കായ അയച്ചുകൊണ്ടും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഇവിടെ ദൈവവും ആവശ്യക്കാവും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, ഭാരതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികളുടെ എന്നിവർക്കും വിശുദ്ധ മോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ പരിശുദ്ധ സഭയുടെ സ്ഥാനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ ദൈവത്തിന്റെയും വിശുദ്ധിയുടെയും അവർ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അങ്ങയുടെ കർത്താവിന്റെ ലക്ഷ്യമായ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായ ശിക്ഷണങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിപ്പോൾ പരിസ്ഥിതിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനമായ ശിക്ഷയുടെ ഉദാഹരണത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും മകനയുടെ വ്യക്തിത്വവും പരിശുദ്ധ ജീവിതാനുഭവ ദൈവികവുമായ വിശുദ്ധത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശുദ്ധരായി ആരോഗ്യം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടെ നിന്റെ ദാസന്റെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് നിങ്ങൾക്ക് കടങ്ങളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ആശിക്കുന്നതിനെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും സ്വകരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, നിങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്നേഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വൃക്ഷത്തിന്റെ മൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സന്ധ്യ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതാനുഭവവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ യോഗ്യരാകുന്നു. എങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസികളായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള ശിഷ്യരെ
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ചതിന് ശരീരവും പാനം ചെയ്തതിന് രക്തവും ഞങ്ങൾക്ക് ശാപത്തിക്ക് കാരണമാകാതെ ഞങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെയും മോചനത്തിനും എന്റെ സന്നദ്ധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. കർത്താവിൻ തിരുമുൻപിൽ വന്നതി ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോരി രഹസ്യങ്ങൾ പാപമോചനമേകട്ടെ. ഉന്നതൻ യുഗരാജാവായിടും കന്യകാസുതനേശുവേ, ദാസന്റെ ദുഃഖം സ്രഷ്ടാവിന്റെ സാദൃശ്യം നീ നിനയ്ക്കുമേ. ഈ ഇടവക തേക്കുമൂട്ടിൽ സണ്ണി റെയ്മോൺ മകൻ സോണിയോനും, അമരമ്പലം ഇടവക പരപ്പനാട്ട് ടോമി ഏലിയാമ്മ മകൾ അനുവും തമ്മിലുള്ള വിവാഹം 26/8/2021 ഈ ഇടവക കൊച്ചുപറമ്പിൽ ചാക്കോ ആനീസ് മകൻ ജോസൂട്ടി, ഏറ്റുമാനൂർ ഇടവക കുഴിയമ്പറമ്പിൽ ഫിലിപ്പ് സിജി മകൾ ഫിൻസി തമ്മിലുള്ള വിവാഹം 30/8/2021 ഈ ഇടവക പൂക്കുമ്പേൽ കളപ്പുറയിൽ മാത്യു ലസി മകൻ ജിം മാത്യു, നീണ്ടൂർ ഇടവക തോട്ടത്തിൽ മൈക്കിൾ എൽസമ്മ മകൾ ചിന്നു തമ്മിലുള്ള വിവാഹം 23/8/2021 ഈ ഇടവക വെള്ളമറ്റത്തിൽ മത്തായി ലൗലി മകൾ ജിൻസി മോളും, വെളിയന്നൂർ ഇടവക നടുപ്പറമ്പിൽ ബാബു ലസി മകൻ ആശിഷും തമ്മിലുള്ള വിവാഹം 23/8/2021 നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. വിളിച്ചതിലെ കല്യാണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കാനൂനിക തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കോര വെള്ളപ്പള്ളിന് വേണ്ടി ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുന്നതായി. അടുത്ത ഞായറാഴ്ച 7 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അന്നമ്മ ജോസഫ് കാര്യപാർക്കിന് വേണ്ടി ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുന്നതായി. നമുക്കറിയാവുന്നതുപോലെ അടുത്ത വെള്ളി ശനി 27, 28 തീയതികളിൽ നമ്മുടെ ഇടവകയുടെ കല്ലിട്ട തിരുനാൾ വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാൾ നമ്മൾ സംയുക്തമായി ആഘോഷിക്കുകയാണ്. കോവിഡിൻ്റെ പ്രത്യേകമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട്, കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നത് കൊണ്ട് ഈ സാഹചര്യത്തിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ലെങ്കിൽ 40 പേരെ വെച്ച് നമുക്ക് തിരുക്കർമ്മങ്ങൾ നടത്താവുന്നതാണ്. ലോക്ക്ഡൗൺ ആകുമോ എന്നും അറിയത്തില്ല. എന്തായാലും സാഹചര്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ 2 ദിവസവും നമ്മൾ തിരുനാൾ ആഘോഷിക്കും. 27-ാം തീയതി നമ്മൾ സാധാരണ നടത്തുന്നത് പോലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യ ആരാധന, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ദിവസം മുഴുവൻ ആരാധന നടത്തും. അത് വാർഡ് അടിസ്ഥാനത്തിലാണ് നടത്തുക. വെള്ളിയാഴ്ച രാവിലെ 5:45 ആദ്യത്തെ കുർബാന, 7 മണിക്കായിരിക്കും രണ്ടാമത്തെ വിശുദ്ധ കുർബാന. അതേ തുടർന്നാണ് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ ആരാധന തുടങ്ങുക. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. വാർഡ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ മണിക്കൂറിട്ട് വാർഡുകൾക്ക് പ്രത്യേകമായിട്ട് സമയം അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയം അനുസരിച്ച് തന്നെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒത്തിരി ആൾക്കാർ ഏതെങ്കിലും ഒരു സമയത്ത് കൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രമീകരണം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതിനോട് പ്രത്യേകമായിട്ട് സഹകരിക്കുക. വെള്ളിയാഴ്ച 7 മണിയുടെ കുർബാനയ്ക്ക് ശേഷം നമ്മൾ ദിവ്യകാരുണ്യ ആരാധന തുടങ്ങും. 8 മുതൽ 9 വരെ സെൻറ്റ് മാത്യൂസ്, സെൻറ്റ് ഡൊമിനിക്, സെൻറ്റ് ആൻ്റണീസ് വാർഡുകൾ. 9 മുതൽ 10 വരെ സെൻറ്റ് മേരീസ്, സെക്രട്ടറി ഹാർട്ട്, ഹോളി ഫാമിലി. 10 മുതൽ 11 വരെ സെൻറ്റ് പീറ്റേഴ്സ്, സെൻറ്റ് എഫ്രൈം, സെൻറ്റ് തോമസ്. 11 മുതൽ 12 വരെ സെൻറ്റ് ജോർജ്, സെൻറ്റ് ജോസഫ്, ലിറ്റിൽ ഫ്ലവർ. 12 മുതൽ 1 മണി വരെ സെൻറ്റ് മാർട്ടിൻ, സെൻറ്റ് ജൂഡ്, സെൻറ്റ് സെബാസ്റ്റ്യൻ. 1 മുതൽ 2 മണി വരെ സെൻറ്റ് ജോൺസ്, സെൻറ്റ് ലൂക്ക്, സെൻറ്റ് മാർക്സ്. 2 മുതൽ 3 മണി വരെ സെൻറ്റ് മദർ തെരേസ, സെൻറ്റ് അൽഫോൺസ, സെൻറ്റ് കുര്യാക്കോസ്. 3 മുതൽ 4 വരെ സെൻറ്റ് പോൾസ്, സെൻറ്റ് പൈസ്റ്റന്റ്, സെൻറ്റ് സ്റ്റീവൻസ്. 4 മണി മുതൽ പാരീഷ് കൗൺസിൽ അംഗങ്ങളാണ്. നമുക്കറിയാം 40 പേരെ പള്ളിയുടെ ഉള്ളിൽ പ്രവേശിച്ച് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അനുവാദമുണ്ട്. അതുകൊണ്ട് 4 മണിയോടുകൂടെ നമ്മൾ സമാപന ശുശ്രൂഷകളും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ആശീർവാദവും ഉണ്ടാകും. അത് പാരീഷ് കൗൺസിൽ അംഗങ്ങളാണ് അതിൽ പങ്കെടുക്കേണ്ടത്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അന്നേ ദിവസം മുഴുവൻ ഉപാസനത്തിനുള്ള അവസരവും അതും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് ഈ വാർഡുകൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ പള്ളിയിൽ അച്ഛന്മാർ കുമ്പസാരിപ്പിക്കാൻ ഉണ്ടാകും. അപ്പോൾ ആ
വാർഡുകളിൽപ്പെട്ടവർ മാത്രം ആ സമയത്ത് വന്ന് കുമ്പസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ക്രമീകരണങ്ങൾ കറക്റ്റായിട്ടൊക്കെ പാലിക്കുവാണെങ്കിൽ ഒത്തിരി ആൾക്കൂട്ടമില്ലാതെ നമുക്ക് തിരുക്രമങ്ങൾ നടത്താൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇതിനോട് സഹകരിക്കുക. രാവിലെ 8 മണി മുതൽ 4 മണി വരെ വൈദികർ കുമ്പസാരിപ്പിക്കാൻ ഇവിടെ ഉണ്ടാവും. ആ വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാനും കുമ്പസാരിക്കാനുമായിട്ട് പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ഇതിനോട് പ്രത്യേകമായിട്ട് സഹകരിക്കുകയും ചെയ്യും. 28-ാം തീയതി 4 വിശുദ്ധ കുർബാനകളാണ് അർപ്പിക്കപ്പെടുക. അതും വാർഡ് അടിസ്ഥാനത്തിലാണ്. 5:45, 7 മണി, 9 മണി, 11 മണി, ഇങ്ങനെ 4 വിശുദ്ധ കുർബാനകളാണ് തിരുനാൾ ദിവസം നമ്മൾ നമ്മുടെ ദേവാലയത്തിൽ അർപ്പിക്കുന്നത്. അതിൽ 5:45 കുർബാനയും 9 മണിയുടെ കുർബാനയും നമ്മുടെ കരിങ്കുന്തൽ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരുന്നു. പള്ളിയിൽ 40 പേരെ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ. അതുകൊണ്ട് പള്ളി ഉള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്രമീകരണങ്ങളോട് എല്ലാവരും സഹകരിക്കുക. അതും വാർഡ് അടിസ്ഥാനത്തിൽ തന്നെയാണ്. 6 വാർഡുകൾ, നമുക്ക് 24 വാർഡുകളെന്നറിയാം. ഒരു കുർബാനയ്ക്ക് 6 വാർഡുകൾ വെച്ചാണ് ക്രമീകരിച്ചിരിക്കുക. ആദ്യം വരുന്ന 40 പേർക്ക് പള്ളിയുടെ ഉള്ളിൽ പ്രവേശിച്ച് തിരുത്തറകളിൽ പങ്കെടുക്കണം. 5:45 കുർബാനയ്ക്ക് സെൻറ്റ് മാത്യൂസ്, സെൻറ്റ് ഡൊമിനിക്, സെൻറ്റ് ആൻഡ്രൂസ്, സേക്രഡ് ഹാർട്ട്, സെൻറ്റ് തോമസ്, സെൻറ്റ് പീറ്റേഴ്സ്. 7 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് സെൻറ്റ് ജോർജ്, സെൻറ്റ് ജോസഫ്, ലിറ്റിൽ ഫ്ലവർ, സെൻറ്റ് മാർട്ടിൻ, സെൻറ്റ് ജൂഡ്, സെൻറ്റ് ജോൺസ്. 9 മണിക്ക് സെൻറ്റ് മേരീസ്, സേക്രഡ് ഹാർട്ട്, ഹോളി ഫാമിലി, സെൻറ്റ് സെബാസ്റ്റ്യൻ, സെൻറ്റ് ലൂക്ക്, സെൻറ്റ് മാർക്ക്. 11 മണിക്ക് സെൻറ്റ് മദർ തെരേസ, സെൻറ്റ് അൽഫോൺസ, സെൻറ്റ് കുര്യാക്കോസ്, സെൻറ്റ് പോൾസ്, പൈസ്റ്റന്ത്, സെൻറ്റ് സ്റ്റീഫൻ. ഈ വാർഡാടിസ്ഥാനത്തിൽ തന്നെ വിശുദ്ധ കുർബാനയ്ക്കും വരാനായിട്ട് പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയും ആരെങ്കിലും കലണ്ട് തിരുനാളിൻ്റെ പ്രസിദ്ധന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇന്നും നാളെയുമായിട്ട് 1500 രൂപ ഷെയർ അടച്ച് പങ്കാളികളാകാവുന്നതാണ്. ബുധനാഴ്ചയോട് കൂടി നമ്മൾ നോട്ടീസ് വാട്സപ്പിൽ തയ്യാറാക്കുന്നുണ്ട്. അത് നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. ഇന്നും നാളെയും കൂടെ തരുന്നവർക്ക് പേര് ലിസ്റ്റിൽ വരുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ഇനിയും കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്നും നാളെയുമായിട്ട് വയ്ക്കാന്മാരുടെ കയ്യിലോ ചിലർക്കോ കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം 10ലും 12ലും എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ വാങ്ങിച്ച കുട്ടികളെ KCBന്റെ ആഭിമുഖ്യത്തിൽ മൊമെൻറ്റോ കൊടുത്ത് പ്രത്യേകമായി ആദരിക്കുന്നതായിരുന്നു. 8:30 11ാം ക്ലാസ്സിൽ വിശ്വാസ പരിശീലനം നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയും തുടർന്ന് വിശ്വാസ പരിശീലന ക്ലാസ്സും ഉണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ച 8:30 മണിക്ക് 10ാം ക്ലാസ്സിൽ വിശ്വാസ പരിശീലനം നടത്തുന്ന കുട്ടികൾക്കായിരിക്കും വിശുദ്ധ കുർബാനയും ക്ലാസ്. വിശുദ്ധ 10ാം പീസിൻ്റെ തിരുനാൾ പാരിഷ് കൗൺസിൽ തീരുമാനിച്ച പ്രകാരം നമ്മുടെ ഇടവകയിൽ സെപ്റ്റംബർ മാസം 5ാം തീയതി ആഘോഷിക്കുന്നതാണ്. അതിലേക്ക് പ്രസിദ്ധന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ 500 രൂപ ഷെയർ അടച്ച് പ്രസിദ്ധന്മാരാകാവുന്നതാണ്. അടുത്ത ഞായറാഴ്ച 29ാം തീയതി അതിരൂപത ദിനമാണ്. നമ്മുടെ അതിരൂപത സ്ഥാപന ദിനം കൂടിയാണ്. ഇന്നേ ദിവസം നമ്മൾ 2 ആഴ്ച മുമ്പ് അഭിനന്ദ പിതാവിൻ്റെ സർക്കിളൊന്ന് വായിച്ചിരുന്നു. റാന്നിയിൽ വെച്ച് അതിരൂപത ദിനം പ്രത്യേകമായിട്ട് മലങ്കരയുടെ ശതാബ്ദി സമാപനത്തോടു കൂടി ആഘോഷിക്കുന്നതാണ്. സമാപന സമ്മേളനമൊക്കെയുണ്ട്. 10 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് സമ്മേളനം. അപ്നാദേശിൻ്റെ ലൈവ് TV-യിലൂടെ ലൈവായിട്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. താല്പര്യമുള്ളവർ അപ്നാദേശ് TV കയറാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഇടവകയിൽ 7 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം KCCയുടെ നേതൃത്വത്തിൽ അതിരൂപത പതാക ഉയർത്തി അതിരൂപത ദിനാഘോഷത്തോട് നമ്മളും പങ്കുചേരുന്നതായിരിക്കും. അന്നേ ദിവസം പ്രത്യേകം ഞായറാഴ്ച നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. കർഷക ദിനത്തോടനുബന്ധിച്ച് കരികുന്നം ഗ്രാമപഞ്ചായത്തിൽ കർഷക വികസന കാർഷിക ക്ഷേമ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കൃഷി ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രത്യേകിച്ച് ഏറ്റവും മികച്ച വനിതാ കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഇടവകാംഗമായ ശ്രീമതി ബീന മാത്യു ഇലയത്തിനാണ്. ശ്രീമതി ബീനയെ കടികുന്നം ഇടവകയുടെ അഭിനന്ദനങ്ങൾ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. KCWയുടെ ആക്റ്റീവ് മെമ്പർ കൂടെയാണ്. പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള അവാർഡുകൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ മാതൃക നൽകുന്നതാണ്. നമ്മുടെ ഭവനങ്ങളിൽ അടുക്കളത്തോട്ടം KCWയുടെ ആഭിമുഖ്യത്തിലൊക്കെ നടത്തുന്നുണ്ട്. കൃഷി വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്ക് നൽകുന്ന പ്രചോദനം കൂടിയാണ് ഇതുപോലുള്ള അവാർഡുകൾ. ശ്രീമതി ബീനയെ പ്രത്യേകമായിട്ട് ഇടവകയുടെ നാമത്തിൽ അഭിനന്ദിക്കുന്നു.
പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കാളികളാക്കപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതി കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ചൊല്ലി ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവന്റെ നിയമായ നാമത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടെ അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവുമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും മാമോദീസ വഴിയായി ദൈവം നൽകി നവജീവൻ ദാനവരങ്ങളിലഖിലേശൻ പങ്കാളികളായി തീർത്തല്ലോ. തിരുവചനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിനു സാക്ഷികളായി ജീവിത വീതിയിൽ നീങ്ങിടുവിൻ. വിശ്വാസത്തിലധിഷ്ഠിതമാം നല്ല കുടുംബം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിനെല്ലാം നൽകിടുവിൻ. രക്ഷകൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാദൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല വലത്തു വലം ഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അതുപോലെ രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദകീർത്തനങ്ങൾ പാടും. മൃതരാത്മകരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ഭാവാപുത്രൻ റൂഹായേ, മദനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം കൃപയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നയിക്കുവാമേ തെളിവായി എന്നോട് നാഥാനും തിരുവിളിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ.
ചെയ്യുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദർശനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹവരാഹം ഇസ്ഹാക്ക് യാക്കോബ് മഹിതാശയതൻ പരിപാവനമാം ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പുരുവത്സരരാം സ്നേഹരുമൊരുപോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. അകാലത്തിൽ നിന്ന് അതിനെ ഞാൻ വിളിക്കുന്നു. മനുഷ്യരെ ഒഴിപ്പിക്കുന്നവനെ എന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അവന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേ. അകാലത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഒഴിപ്പിക്കുന്നവനെ എന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവും ആശബ്ദാലാശ്രയിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ തുറക്കുന്നവരും കരുണ നിറഞ്ഞവരും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സ്വരത്തിന്റെയും നാഥനും ജപവും ആവശ്യമായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വനമേഘങ്ങളിൽ നിന്ന് പ്രത്യക്ഷനാവുകയും സ്വരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായി കബറിടങ്ങളിൽ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങയുടെ മഹനീയമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭം തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളെല്ലാം ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിത്യപുരോഹിതനായ യേശു അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വലിയ രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റണമേ. അങ്ങയുടെ കൂടെയായിരിക്കുവാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇന്നത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും മരത്തിൽ പ്രതിസൗഭാഗ്യത്തിന്റെ മകളവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക്
വിശുദ്ധരായ വൈദികരെ, സന്യാസികളെ, ആത്മായ പ്രേക്ഷകരെ പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമ്മേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. വിശുദ്ധ അഗസ്തീനോസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കൊരു നിമിഷം ഇരിക്കാം. ഈ വർഷത്തെ 10+2 പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ എ വൺ കരസ്ഥമാക്കിയവരെ KCVL ആത്മഹത്യത്തിൻ്റെ അവസരം അഭിനന്ദിക്കുവാൻ ഉപയോഗിക്കുകയാണ്. സാഹചര്യത്തിൽ ഇവർ ഇതിൽ കാണിച്ച നല്ല മനസ്സിലാക്കി അവരുടെ തയ്യാറെടുപ്പ്